ഇറങ്ങിയില്ലേ ഇതുവരെ? പെട്ടെന്ന് വാ. ഒരു കാര്യത്തിന് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഒന്നിനും ഉത്തരവാദിത്തമില്ല. എനിക്ക് പോയിട്ട് വേറെ പാർട്ടി പരിപാടികളുണ്ട്. അല്ല, നിങ്ങൾ കാലത്തെ ഡ്രസ്സൊക്കെ മാറി അവിടെ പോണു? ഞാനേ അവരെ പിള്ളേരെ ഓഫീസ് വരെ ഒന്ന് അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ. എന്ത് പ്രശ്നം? പിള്ളേരുടെ പ്രശ്നമല്ലേ, അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്തോളൂ. നിങ്ങൾ അതിലിടപെടാൻ നിൽക്കണ്ട. എടി, നമ്മുടെ പിള്ളേർ വന്ന് ഒരു പ്രശ്നം എൻ്റെ അടുത്ത് പറഞ്ഞാൽ അത് പരിഹരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഒരു തന്തയെ എനിക്കില്ലേ? അവിടെ അത്രേ ഉള്ളൂ. ഞാൻ പോകുന്നു, ഇപ്പൊ വരും. അതൊക്കെ ശരിയാണ്, പക്ഷേ എന്തോന്ന് പക്ഷേ? ഒരു പക്ഷേയും ഇല്ല. ഞാൻ പോകുന്നു, സംസാരിക്കുന്നു, തിരിച്ചു വരുന്നു, അത്രേ ഉള്ളൂ. പ്രശ്നമൊന്നുമില്ല. എന്ത് ചെയ്യും? നീ എന്നെ പറയണം. നോക്കാം. എത്ര നേരമാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്? ഒരു കാര്യത്തിന് ഒരു ഉത്തരവാദിത്തമൊന്നുമില്ലേ? എനിക്ക് പോയിട്ട് വേറെ പരിപാടികളുണ്ട്. വാ 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 വാ. പപ്പ എവിടെ പോണു? പപ്പ എവിടെ പോണു? അത് ശരി. ഇന്നലെ വന്ന് എന്റെ അടുത്ത് ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഓഫീസിലെ കാര്യങ്ങളുണ്ട്, പപ്പ വന്ന് സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പപ്പ എവിടെ പോകണം? അല്ല, അങ്ങനെ പറഞ്ഞ്. പക്ഷെ ഇന്ന് നമുക്ക് അല്ല, പപ്പ എവിടെയെങ്കിലും പോണേ പൊയ്ക്കോ, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഓഫീസിലെ പ്രശ്നങ്ങള് ഇല്ല, നമ്മൾ മാനേജ് ചെയ്തോളാം. പപ്പ വരണോന്നില്ല. അങ്ങനെ പറഞ്ഞ പറ്റൂല. ഞാനിവിടെ വരാം. വാ വാ. അതല്ല പപ്പ, ഇന്ന് വേറെ കുറെ ജോലി ഉണ്ടല്ലോ. അതെ അതെ, ജോലിയൊക്കെ പിന്നെ ചെയ്യാം. ആദ്യം നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണ്ടേ? മക്കളെ, നമ്മൾ ഓഫീസിൽ നമ്മൾ പണിയെടുക്കുന്ന ഓഫീസ് എന്ന് പറഞ്ഞാൽ സ്വസ്ഥമായിട്ട് പണിയെടുക്കാൻ പറ്റും. നമുക്ക് അവിടെ സമാധാനത്തോടെ പണിയെടുക്കാൻ പറ്റുമോ? അത് ശരിയാണ്, പക്ഷെ ഇന്ന് കുറെ പണിയുള്ളതുകൊണ്ട് നമ്മൾ പിന്നെ ഇത് പറഞ്ഞ അതൊക്കെ ചെയ്യാം. വാ വാ. അതെ, ഓഫീസിലെ ഒരു പയ്യന് മോളോടെ ഒരു പ്രേമം. ആർക്ക്? ആണോ? ആരാ അവൻ? അവൻ അങ്ങനെ വിട്ടാ പറ്റില്ല. ആരാ? ഡീറ്റെയിൽസ് പറ. ആരാന്ന് പറ. ആരാ? എന്താ എന്താ മോളെ പ്രശ്നം? അവൻ തന്നെ ശല്യപ്പെടുത്തിയല്ലോ. ഇല്ല പപ്പ, അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. അവ അങ്ങനെ ഒരുത്തനെ ഇവിടെ മോളെ ഇത് ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ മുളയിലെ നുള്ളിക്കളയണം. ഇങ്ങനെ ഓരോരുത്തന്മാരാണ് അവസാനം വല്ല ആസിഡ് ആക്രമണത്തിൽ എത്തിപ്പെടുന്നത്. അറിയോ? ഒരു ആസിഡ് കേസ് ഒന്നും ഉണ്ടാവില്ല. ഇവനെയൊക്കെ നമ്മൾ ഇപ്പൊ തന്നെ ഡീൽ ചെയ്യണം. അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ. ഓ, കളഞ്ഞു. ഇപ്പൊ മനസ്സിലായില്ലേ മോളെ? പുള്ളിയിലോട്ട് പറഞ്ഞാലുള്ള അവസ്ഥ കണ്ടില്ലേ? ഇടിച്ചു ചാടി ഒരു അതെ, എന്റെ മോള് വർക്ക് ചെയ്യുന്ന ഓഫീസിലെ ഒരുത്തൻ ആ കൊച്ചിനെ ശല്യപ്പെടുത്തുന്നു. അവൻ അവളോട് പ്രേമാണെന്ന് വരും. അല്ല, വേണ്ടോടെ കയ്യും കാലം ഒന്നും വെട്ടണ്ട. ഞാൻ പറഞ്ഞ കേക്ക്. അല്ല, അവന്റെ പേരെന്തോന്ന് പറഞ്ഞ? അതെ, അവന് പേരില്ല. പേരില്ലെങ്കിൽ നീ ആളെ കാണിച്ചത്. ഞാൻ പോയി ഡീൽ ചെയ്യാം. നിങ്ങളൊന്നും ഞാൻ പറയണമെന്ന് കേക്ക്. ഇത് മുളയിലെ നുള്ളിക്കാണല്ലേ പ്രശ്നം വഷളാവോ? നിങ്ങൾ നോക്കിയേ. അതെ, ഒന്ന് കേക്ക് നിങ്ങള്. അതെ, അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ആ പയ്യന് എന്തോ വെറുതെ ചുമ്മാ ഒന്ന് പറഞ്ഞുള്ളൂ, അല്ലാണ്ട് അവിടെ ഒരു കുഴപ്പമില്ല. ഇതാണ് നിങ്ങളോട് ഒരു കാര്യം പറയാത്തത്. എടുത്ത് ചാടും അല്ലെ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ്? അല്ല, അങ്ങനെയല്ല ഗ്രേസി. നമ്മളൊരു പ്രശ്നം വന്നാൽ നമ്മൾ പോയി സംസാരിക്കട്ടെ. നിങ്ങൾ ടെൻഷൻ ആവാതെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ വന്ന് സംസാരിച്ച് പറഞ്ഞത് ശരിയാണ്. പക്ഷെ അതൊരു ഓഫീസിൽ അതിനൊരു ഡെക്കോറം ഇല്ലേ? അത് നമ്മൾ അതിന്റെ രീതി ചെയ്തോളാം. മോനെ, നീ ടെൻഷൻ ആവാതെ. എത്ര ഓഫീസിൽ ഞാൻ കണ്ടിട്ടുള്ളതാ. അത് ശരിയാണ്. നോക്കിക്കോളുന്നേ. അപ്പൊ ഞാൻ വരണ്ടേ? നിങ്ങൾ എങ്ങും പോണ്ട, ഇന്ന് ഇവിടെ നിന്നാ മതി. അപ്പൊ നമ്മൾ ഹാൻഡിൽ ചെയ്തോളാം. പപ്പ വരണോന്നില്ല. അപ്പൊ ഇനി ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാട്ടാ, ഞാൻ വരാം. എനിക്ക് എന്റെ പാർട്ടിയുടെ കാര്യം നോക്കണ്ടേ? അവന്റെ കാര്യത്തിൽ ഞാൻ വരണമെന്നല്ല അവൻ പറഞ്ഞത്. എന്നെ വിളിക്കാട്ടോ ആവശ്യത്തിന്. അപ്പൊ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. കണ്ട ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? ഞാൻ പറഞ്ഞതല്ലേ പുള്ളിനോട് ഒരു കാര്യവും പറയാൻ പറ്റില്ല. പറഞ്ഞാലുള്ള അവസ്ഥ കണ്ടില്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ? രണ്ടാക്കും ബോധ്യായ? പപ്പയ്ക്ക് ഇങ്ങനെ ഒരു ഫേസ് ഉണ്ടാവുന്നത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയി. ഇതാ പറയണത്, ഭർത്താവായാലും അപ്പനാണെങ്കിലും ആരായാലും രാഷ്ട്രീയക്കാരനാണോ എപ്പ സ്വഭാവം മറന്ന് പറയാൻ പറ്റില്ല. കണ്ടില്ലേ?